So next is about functions. A function is a set of code having a name and having a task, can be called from main program as and when required. A function is a set of code having a name, having a task, and can be called from main program as and when required. അപ്പോൾ ഫങ്ഷൻസ് ടാസ്ക് ഉണ്ടാവും, ആ ടാസ്ക് ആയിരിക്കും ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിളായിട്ട്, ഇപ്പോൾ റിയൽ വേൾഡ് എക്സാമ്പിളായിട്ട് അസ്യൂം ദാറ്റ് വി ആർ ബിൽഡിങ് എ ഹൗസ്. ഒരു വീട് പണിയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ വാനം താത്തണം. അപ്പോൾ വാനം താത്തുന്നാണ് വിളിക്കും. സോ വി ആർ കോളിങ് എ ഫങ്ഷൻ ഫോർ എന്താണ് ഈ മണ്ണ് മാറ്റാൻ വേണ്ടി വി ആർ കോളിങ് എ ഫങ്ഷൻ. ദെൻ വി വിൽ ബി കോളിങ് ആരെ വിളിക്കുക, ഒരു തറ കിട്ടുന്ന പണിക്കാരെ വിളിക്കും. അതൊരു ഫങ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ വി ആർ കോളിങ് എ ഫങ്ഷൻ ഫോർ ദീസ് തറ കെട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ വി വിൽ ബി കോളിങ് കോൺക്രീറ്റ് അല്ലേ, കോൺക്രീറ്റ് ചെയ്യുന്ന ആൾ വിളിക്കും ബെൽറ്റ് വാർക്കാനായിട്ട്. അതിനുശേഷം വീണ്ടും വി വിൽ ബി കോളിങ് ഈ മണ്ണ് പണിക്കാരെ വീണ്ടും വിളിക്കും. കാരണം നമുക്ക് മണ്ണ് വീണ്ടും ഈ തറയ്ക്കകത്ത് ഫില്ല് ചെയ്യാനുണ്ട്. So we will be calling the persons who works in mud again, in soil. Okay. Then we will be calling again the persons who build the house. അതായത് ആദ്യം തറ കെട്ടിയ ആൾക്കാരെ വീണ്ടും വിളിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, ബിഫോർ ബിൽഡിങ് ദ ഹൗസ്. അല്ലേ, പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഈ കോൺക്രീറ്റ് പണിക്കാരെ വീണ്ടും വിളിക്കും. ഇതിനു വേണ്ടിയാണ് നമുക്കൊരു ലിൻഡിൽ വാർക്ക് അല്ലെങ്കിൽ വാർക്കുണ്ട്, ഇടയ്ക്ക് വാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് സമയത്താണോ ഓരോ ഫങ്ഷനെയും ആവശ്യം വരിക, വിൽ ബി കോളിങ് ദാറ്റ് ഫങ്ഷൻസ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അപ്പോൾ അവർ എന്ത് ചെയ്യും, ആ ദാറ്റ് ഫങ്ഷൻ വിൽ എക്സിക്യൂട്ട് ആൻഡ് ഗീവ് ദി ഔട്ട്പുട്ട് അറ്റ് ദാറ്റ് ടൈം. സോ ദി സെയിം ഫങ്ഷൻ ക്യാൻ ബി കോൾഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഇപ്പോൾ ഇതിനകത്ത് മെയിൻ ഫങ്ഷനാണ് ആദ്യത്തെ ഫങ്ഷൻ. മെയിൻ ഫങ്ഷനെ കുറിച്ച് നമുക്കറിയാം, പ്രോഗ്രാമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ, അല്ലെങ്കിൽ ഡ്യൂറിങ് എക്സിക്യൂഷൻ ദ പ്രോഗ്രാം വിൽ സ്റ്റാർട്ട് എക്സിക്യൂഷൻ ഫ്രം ദി മെയിൻ ഫങ്ഷൻ. സോ ദി പ്രോഗ്രാം വിൽ ബി ഹാവിങ് ഓൺലി വൺ മെയിൻ ഫങ്ഷൻ. ഒരു മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ മെയിൻ എന്ന പേരിൽ ഒരു ഫങ്ഷൻ ഉണ്ടാവുള്ളൂ. That is the main function, and the program execution starts from the main function. As you know, the syntax of the main function is int main. Int main എന്നൊരു സിൻടാക്സ് ഉള്ള ഫംഗ്ഷൻ ആണുള്ളത്. പിന്നെ ഒരു ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് we will be giving all the function body. അപ്പോൾ അതിനകത്തു നിന്നാണ് we will be calling other functions. മെയിൻ ഫംഗ്ഷനകത്തു നിന്നാണ് വേറെ ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പോൾ മെയിൻ ഫംഗ്ഷനാണ് മെയിൻ ത്രെഡ് ഓഫ് എക്സിക്യൂഷൻ. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറെ ഫങ്ഷൻസിനെ കോൾ ചെയ്യുന്നത്. ആ കോളിങ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും വരുന്നത് എങ്ങോട്ടേക്കാണ്, മെയിൻ ഫങ്ഷനിലേക്കാണ്. ഓക്കെ, സോ ദി എക്സിക്യൂഷൻ പ്രോഗ്രസസ് ആസ് ദി മെയിൻ ഫങ്ഷൻ എക്സിക്യൂട്ട്സ്. മെയിൻ ഫങ്ഷൻ തീരുന്നവരെയാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ഫങ്ഷൻ തീരുന്നവരെയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ. സോ ദി ഫുൾ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദി പ്രോഗ്രഷൻ ഓഫ് ദി മെയിൻ ഫങ്ഷൻ. അപ്പോൾ മെയിൻ ഫങ്ഷൻ നമുക്ക് വേണമെങ്കിൽ we can use two syntaxes for main function. One syntax is having int main without arguments. Int main without arguments ആണ് ഒരു സിൻടാക്സ്. അടുത്ത സിൻടാക്സ് എന്നുള്ളത് the main function will be having a different syntax like this. അതായത് രണ്ട് ആർഗ്യുമെൻറ്റ്സ് വാങ്ങിക്കുന്ന ഒരു മെയിൻ ഫങ്ഷൻ എന്നൊരു സിൻടാക്സ് കൂടി CPP കമ്പൈലറിനകത്തുണ്ട്. സോ ഇൻറ്റ് മെയിൻ, ദി ടു ആർഗ്യുമെൻറ്റ്സ് ആർ, വൺ ഈസ് ആൻ ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്, അതർ ഈസ് എ ക്യാരക്ടർ അറേ ഹാവിങ് പോയിൻ്റർ. അതായത് വിൽ ബി സ്റ്റഡിങ് പോയിൻ്റർ ലേറ്റർ. എന്നാലും ഇതെന്താണ്, ഇതൊരു ഒരു 2 ഡയമെൻഷണൽ അറേ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 ഡയമെൻഷണൽ അറേ, അതായത് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ
മൾട്ടിപ്പിൾ ലൈൻസ് വാങ്ങിക്കുന്നത്, സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ലൈൻസ് വാങ്ങിക്കുന്ന ഒരു അറേയാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ദീസ് ആർ ദി ടു ആർഗ്യുമെൻറ്റ്സ്. ഇതൊരു 2 ഡയമെൻഷണൽ ക്യാരക്ടർ അറേ എന്ന് പറയാം. ഇതൊരു നമ്പർ. ഇതിൻ്റെ ഇതെന്നുള്ളത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, സാധാരണ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഡോട്ട് സ്ലാഷ് കൊടുത്ത് പ്രോഗ്രാം നെയിം കൊടുക്കും. ഡോട്ട് സ്ലാഷ് ബൈ ഡിഫോൾട്ട് പ്രോഗ്രാം നെയിം ഈസ് എ ഡോട്ട് ഔട്ട്. ഇനി അങ്ങനെയല്ല പ്രോഗ്രാം നെയിം മാറ്റിയെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോഗ്രാം നെയിം വേറെ എന്തെങ്കിലും കൊടുത്തെങ്കിൽ വിൽ ബി എക്സിക്യൂട്ടിങ് ലൈക്ക് ഡോട്ട് സ്ലാഷ് പ്രോഗ്രാം നെയിം. സോ ഡോട്ട് സ്ലാഷ് പ്രോഗ്രാം നെയിം സ്പേസ് വി ക്യാൻ ഗീവ് ആർഗ്യുമെൻറ്റ്സ് ബൈ ഗിവിങ് സ്പേസസ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇടയ്ക്ക് സ്പേസ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വി ക്യാൻ പാസ് ആർഗ്യുമെൻറ്റ്സ് ടു ദി മെയിൻ പ്രോഗ്രാം. അപ്പോൾ കീബോർഡ് വഴിയല്ലാതെ നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം, വി ക്യാൻ, അതായത് റൺ ടൈമിനകത്ത് സീൻ വഴിയല്ലാതെ വി ക്യാൻ പാസ് ആർഗ്യുമെൻറ്റ്സ് ടു മെയിൻ പ്രോഗ്രാം ലൈക്ക് ദിസ് ഓൾസോ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡോസിനകത്തൊരു കമാൻഡ് ഉണ്ട്, കോപ്പി എന്നൊരു കമാൻഡ് ഉണ്ട്, നമുക്കറിയാമായിരിക്കും. കോപ്പി സ്പേസ് 1 സ്പേസ് 2. അതായത് ദാറ്റ് കമാൻഡ് കോപ്പി അക്സെപ്റ്റ്സ് 2 ആർഗ്യുമെൻറ്റ്സ്, കോപ്പി സ്പേസ് 1 സ്പേസ് 2. അപ്പോൾ 1 എന്ന ഫയലിൻ്റെ കോപ്പി 2 എന്നുള്ള പേരിൽ കിട്ടും. അതാണ് കോപ്പി കമാൻഡ്. അപ്പോൾ അതുപോലെ വി ക്യാൻ എക്സിക്യൂട്ട് അവർ പ്രോഗ്രാംസ് ഓൾസോ. എന്ത് കൊടുത്താൽ മതി, ഇതുപോലെ മെയിൻ ഫംഗ്ഷനകത്ത് ആർഗ്യുമെൻറ്റ്സ് വാങ്ങിക്കുന്നത് കൊടുത്താൽ മതി. ഇൻ ദിസ് പ്രോഗ്രാം ഐ ഹാവ് ജസ്റ്റ് ഗിവൺ ആൻ എക്സാമ്പിൾ ലൈക്ക് ദിസ്. അതായത് എത്ര ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നോ ആ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവിടെ കിട്ടുക, എയിൽ കിട്ടുക. അപ്പോൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇവിടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദ ആർഗ്യുമെൻറ്റ്സ് ആർ, ഏതെല്ലാം ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ്സാകുന്നത് അത് നോക്കുക. ARG0, ARG1, ARG2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എക്കകത്ത് എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ 4 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുകയാണെങ്കിൽ ARG0, ARG1, ARG2, ARG3 അങ്ങനെ 4 ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമുക്കത് ഇതൊരു പോയിൻ്റർ അറേ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഗ്ലോബൽ. അപ്പോൾ നമുക്ക് എത്ര ആർഗ്യുമെൻറ്റ്സും കൊടുക്കാൻ പറ്റും. കൊടുത്ത ആർഗ്യുമെൻറ്റ്സ് എല്ലാം പ്രോഗ്രാമിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ചെയ്യും. അപ്പോൾ അതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. So we are compiling this program g++ 18.cpp. Okay, executing like this, dot slash a dot out space. I have to give arguments. I am giving arguments as 1 space 2 space 3. So now I have 3 arguments along with program name. So look at the output. Number of arguments passed is 4. That is including program name, the number of arguments passed is 4. The arguments are, ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്താണ്, പ്രോഗ്രാം നെയിം തന്നെയാണ്. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് രണ്ടാമത് കൊടുത്ത ടെക്സ്റ്റാണ്, 1 ആണ്. Then 2 and 3. So this is the logic. So first argument will be the program name itself. So inside the brackets we are giving a integer variable, and so this variable will contain the number of arguments. How many arguments are passed to the main program through command line? How many arguments are passed through command line? It is obtained in A, including program name, and this array contains the values that are passed from the command line, including the program name. Okay, the program can be executed using different name also. For that we have to compile it. The program can be compiled like this, and we can specify the output file name using -o. Then you can give the file name. I am giving as 18. Okay, so the now the compiled file is available as 18. So I can execute like that also, ./18. So by default the name was a.out. Now I have given a different name, so I can give that name for execution. / is for execution. ./18 space. I am giving values QWERTY space in between. Okay, so the number of arguments passed is 7.
the arguments are ആദ്യം പ്രോഗ്രാം നെയിമാണ്, പിന്നെ ഓരോ വാക്കുകളും ഞാനിപ്പോൾ ഓരോ സിംഗിൾ വേർഡ് വാക്കാണ് കൊടുത്തത് കൊണ്ട് അത് കാണിച്ചു. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടർ വേർഡ്സ് ആണെങ്കിൽ അങ്ങനെ കാണിക്കും. QWERTYYUUI. Okay. So these are the two types of main functions. One is main function without arguments, and the other is main function having two arguments. One argument is integer type and the other argument is a character array, two-dimensional character array, which is of pointer type global array. So this array can hold the arguments which are passed through command line, and the first argument will keep track of the count of the arguments including the program name, and remember the first argument is always the program name. So moving on to next topic, function definition, then function calling and function prototyping. So for a user defined function, there are three components. One is function prototyping, other is function definition, and the other is function calling. So this shows a simple example. Here the first line, void display, this line is termed as the function prototyping. So we are informing the compiler that there is a function named display, and after execution the function does not return anything, that is void. So void display means we are defining a function, we are telling the compiler that there is a function called display which does not return anything, and we call this line as function prototyping. Okay. Then this is int main, so the execution starts from this place. So inside this program there should be a definition for this function. So this is function calling. So while calling the function there should be a body defined for this function. And so we are defining a body here, void display cout I am display function. Okay. So this is a simple example. So display is a function defined as void display and having opening closing brackets. So this opening closing brackets is the body, the code that is contained in this opening closing bracket of the function is the body. And so this is function definition, this is function prototyping, this is function calling. So this line function prototyping tells the compiler that there is a function called display. These lines indicates that this is the function body which has to be executed while calling the function, and this is the actual execution. From the main function display function is called. Okay. And since the calling is of the void type, since the return type is void return type, after execution the function returns nothing, so it can be called like this, display. So I am changing one thing here. I am okay, before that I will execute this. So this is 18a. So I have executed this g++ 18a.cpp, and I have executed this like this, I am display function. Okay. So this is the basic idea of a function. Now I will have a copy of this file, save as 18b. Okay, so I have a copy of this as 18b, and I am changing this. This void as int.
So this is int display. Int display means after execution this function will return an integer. And so here also we have to change this as int display, and here I can print, but by definition we have defined that this function returns an integer, and so after this we have to give some value to return. So I am returning a 100 here. So I am just returning a 100 here, return 100. So this function will return a value 100 to the calling place. So this function is called from the main function, and so while calling we will be getting an answer as integer. So I can call this, call this like this, and int b is given. So this function will return a value integer. So I have to store the answer to an integer. Okay, so this simple program will return a 100 to the calling place, and so now b is 100. I am just printing cout I am in main function. Main function main function value is I have the value in b, and so I am giving like this. Okay, so note the difference. It is defined as int display. It means that after execution this function will return a value integer, and so we need a function definition like this. This definition can be done here also. എവിടെയും കൊടുക്കാം, ഒന്നുകിൽ ഒരുമിച്ച് കൊടുക്കാം, അതായത് ഇതിന് താഴെ കൊടുക്കാം, അതായത് we can combine this prototyping and body together, അല്ലെങ്കിൽ താഴെ വീണ്ടും ഡെഫിനിഷൻ കൊടുക്കാം. എന്തായാലും ഡെഫിനിഷൻ ഇതിനകത്തുണ്ടായിരിക്കണം. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഷുഡ് ബി അവൈലബിൾ ഇൻ ദി പ്രോഗ്രാം. So I am okay, so I am defining this body like this. So it will first show I am display function, then return 100. I have given a dummy value 100 to return, and so this value will be returned by the function. And so while calling the function we have to call like this, b is equal to display. So the value returned from the function will be stored in b, and so now the b contains 100. I am in main function, value is b means value is 100. Okay, let us see. b.cpp. Okay, I am display function. So that message came from the display function. Then the function returns to the main function. So there we got as I am in main function, value is 100. Okay, so that is a simple example of returning a value from the function. Okay, now I am changing this program again like this. I am writing as saving as 18c.cpp. Okay, I am changing as int display int float. So this means that this line is the function prototyping, and this prototyping means that display is a function. It accepts two integers and one float value in that order, int float. So two integers and a float value are the inputs of this function, and this function returns a value integer to the calling place. Okay, or I can change like this. This function returns a float value to the calling place.
So this line contains so many meanings. The function name is display. It accepts three parameters, three arguments or three parameters in the order integer, and float. And after execution, this function returns a value float to the calling party, to the main function. So I am having three values has to be passed here. Here also I am changing like this. It is float display. Three values will be passed from the main program. So I will modify the calling. Calling display int float. So I am passing 10, 20 and 30.0. Three values are passed, and since after execution this function returns a float value, I am defining a float variable here, float b, then b is equal to display. Okay, so after execution this function returns a float value. I am storing this to a float variable b. Okay. Now the body of the function has to be modified appropriately. So float display, the value passed from main function is to be accepted to a variable. So I am int x comma int y comma float z. So since the function is called using two integers and a float, so I have given three dummy variables as x, y and z of corresponding type. And now I am returning this, or I am having a code like this: z is equal to x plus y plus z. Okay, so I am adding all these values x plus y plus z, and I am assigning the same value to the same variable z. Okay, now I am returning as return z. Okay, so the value obtained int float are accepted to x, y and z, and so the values are obtained as a copy to x, y and z. The values are obtained as a copy to x, y and z. So now x contains 10, y contains 20 and z contains 30. I am adding all these to a float variable and then returning to the float variable. Okay. So this is a function having input arguments and a return type as float. So C is compiled, okay, and executed. So I am in display function. It went to display function, then it returned to main function. I am in main function, value is 60. Okay, so 10 plus 20 plus 30 is 60. So that is the logic of value passing and value return. So we call this as pass by value and return by value. Pass by value and return by value. So these values are passed to dummy arguments. Okay. Okay, I will have a slight modification here also. I am defining two variables here also, int k1 comma k2, then float k3,
Then I can accept values here, C in, C out, enter 2 integers and a float value. So I am getting values from keyboard for this operation now. Now I am having C in, first value to K1, second value to K2 and third value to K3, and I am passing these obtained values from keyboard to the function as K1, K2 and K3. So K1, K2 and K3 are 3 variables. K1 or K2 are integers and K3 is a float value, and I am passing this function, passing the values as arguments to the function, and the copy of the K1 is now obtained in X, copy of K2 is now obtained in Y, and copy of K3 is now obtained in Z. Only the copy is passed to K1, K2 and K3, and after execution it returns a value to Z, and the copy of this Z is obtained now in B. Okay. And so we call this as pass by value. Some error is there, C in, expected semicolon. Okay. So we have to give semicolon here, Alt F S. Okay. Enter 2 integers and a float value, 12, 13 and 14.5. So I am in display function, I am in main function, value is 39.5. Okay, so we have accepted values from keyboard and are passed to function. So this is the parameters, actual parameters to the function. These are the parameters to the function K1, K2 and K3, and these are accepted as copies. So X, Y and Z are copies of the variables K1, K2 and K3. They are not the same variables. They are not the same variables. They are copy of the variables are created at different locations. And we call this as call by value and return by value. Okay, so this is call by value. So now I am changing, I am creating some modifications, I am doing some modifications as float display. I am giving as int ampersand here also int ampersand, here also float ampersand. Okay. Then in definition also I am giving as int ampersand X, int ampersand Y and float ampersand Z. So I have done 2 modifications as I have put ampersands here. Okay. The rest is same. We have K1, K2 and K3 variables. We are passing these as K1, K2 and K3. Okay. And here the value K1 is obtained in X, K2 is in Y, K3 is in Z as usual. But the difference is that now these 2 variables share same locations, 2 set variables. അതായത് K1 എന്ന വേരിയബിളിൻ്റെ സെയിം ലൊക്കേഷൻ തന്നെയായിരിക്കും എക്സ് യൂസ് ചെയ്യണത്, K2 എന്ന വേരിയബിളിൻ്റെ സെയിം ലൊക്കേഷൻ തന്നെയായിരിക്കും Y യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഫറൻസ് വേരിയബിൾസ് പോലെയാണ് Y യൂസ് ചെയ്യുന്നത്. K3 എന്ന ലൊക്കേഷൻ്റെ വേരിയബിളിൻ്റെ സെയിം ലൊക്കേഷനായിരിക്കും Z യൂസ് ചെയ്യുന്നത്. Okay, so now K1 is same as X, K2 is same as Y, K3 is same as Z. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു, ഇതിൻ്റെ കോപ്പി ആയിരുന്നു പാസ് ചെയ്തത്. ഇപ്പോൾ എന്താണത്, ഇപ്പോൾ റെഫറൻസ് പാസ് ചെയ്യുന്നു. സോ ദ വേരിയബിൾസ് ആർ സെയിം ലൊക്കേഷൻസ്. K1 is same location as of X and Y is same location as of K2.
and Z is same location as of K3. Okay. And so return Z, it will come to B as usual. We will see 18D. Okay, values 1, 2 and 3.5. So there is no change in answer, but actual process is changed, means we have 3 values passed as reference to the function. So this set of variables uses the same set of variables in the main program. So for checking that, we can do something. So here Z is a variable, and so if I print the value of K3 here, see out K3, what should be the output? അതായത് ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ 1, 2, 3 ആണെങ്കിൽ ഈ 1, 2, 3 ആണ് ഇവിടെ എത്തുക. 1 + 2 + 3 ചെയ്യുമ്പോൾ 6 ആണ് ലാസ്റ്റ് ഇവിടെ വരിക, ഇസഡിൽ വരിക. അപ്പോൾ ഈ ഇസഡും K3യും സെയിം ആണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ K3 ഇവിടെ ഇപ്പോൾ എന്ത് കാണിക്കണം? ഇറ്റ് ഷുഡ് ഷോ ദി സം ഓഫ് ദി വാല്യൂസ്. ഓക്കെ, ചെക്ക് ചെയ്യാം. Okay, I am executing like this: 21, 22, 23. So now K3 contains 23, but now look at the output here, 66. That means in the function it was given as K3 is equal to, or Z is equal to X plus Y plus Z. So the value of the Z get modified, means the value of K3 get modified since both are of same location. Okay, so this is passed by reference. So by using this method, the advantage is that I can change values of X, Y and Z, or we can change all the parameters if needed, and the change will be reflected in the main program also. In the case of call by value, we were able to return only one value. In the case of call by value, we were able to return only one value as return. But here, if we modify the variables, then the function can return multiple values to the main program. Okay. So this is call by reference.